എന്താ ഒരു അറിയിപ്പൊന്നുമില്ലാതെ? രണ്ടാഴ്ചയിലൂടെ വന്നിട്ട് ചേച്ചീനൊന്ന് കാണണം തോന്നി. സുഖമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? ഒരു കുഴപ്പമില്ല. അല്ല അമ്മാന്റെ സുഖമൊക്കെ മാറിയോ? ഇന്നലെ ഒരു തലകറക്കണ്ടായി, ഗുളി കഴിച്ചപ്പോ മാറി. ഈ ഷുഗറിന്റെ പ്രഷറിന്റെ ഒക്കെയാണേ, അത് മാറുന്നില്ലടാ, അന്യം കൊണ്ടേ പോവത്. കരുനാക്ക് വിളിച്ചൊന്നും പറയണ്ട, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ക് പലിക്കും ചെയ്യും. ചേച്ചി എവിടെ? അമ്മാ. അയ്യോ, അകത്തിരുന്നപ്പോ അഴകേശന്റെ സ്വരം പോലെ കേട്ട്. കണ്ട മുഖത്ത് നീര് വന്നിട്ടുണ്ട. അപ്പൊ അസുഖം മാറി പറഞ്ഞിട്ട് മാറിയില്ലേ ഇതുവരെ? ഒരു കുറവുമില്ലടാ, അതൊക്കെ പഴയതുപോലെ തന്നെ. എടാ നീ കാശ് ചെലവാവണം നോക്കണ്ട, വല്ല നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടേക്ക്. എന്റെ അമ്മാവ ആരാ കാശിന്റെ കാര്യം നോക്കണത്? ഈ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വരണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ, നല്ല ഡോക്ടറെ കാണാന്ന് പറഞ്ഞ. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വയസ്സുകാലത്ത് വാശി പിടിച്ചിരിക്കാ, വിളിച്ചാ പോണം കൂടെ. അയ്യോ, കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുപോയില്ല ഏട്ടൻ. ഇയാൾ എന്നെ എവിടെ കൊണ്ടുപോകാൻ വിളിച്ചെന്നാ ഈ പറയുന്നത്? ചുമ്മാതാടാ, അവൻ എന്നെ എങ്ങനെ കൊണ്ടുപോകാനൊന്നും വിളിച്ചതൊന്നുമില്ല. ആര് പറഞ്ഞപ്പോ അമ്മ എന്നാൾ കൊണ്ടുപോയി കാണിച്ചല്ലോ. അത് ഇവിടെ അടുത്തൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അവിടെ എന്നെ ഒന്ന് കൊണ്ടുപോയി. അത് ശരിയല്ല. അവന്റെ വിചാരം കറണ്ട് കണ്ടുപിടിച്ചത് അവനാണ്. ക്ലീറ്റോ ഇതുപോലെ കുറെ കണ്ടിട്ടുള്ളതാ. അതെ, നീയൊന്നും 10 പൈസ ചെലവാക്കണ്ട. അളിയന്റെ കാശ് എന്റെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായ? നീ പിന്നെ നിന്റെ പെങ്ങളെ നോക്കണ പോലെ നോക്കാൻ നിന്നാ ഞാൻ സമ്മതിക്കില്ല. എന്താ എന്താ ശരി, എവിടെ മാറി കരയേണ്ട കാര്യമൊന്നുമില്ല. ശ്വാസം ഉണ്ട്, ചത്തിട്ടില്ല. കളിക്കല്ലാതെ വേണ്ടേ? ജമന്തി വെള്ളമായിട്ട് വാ. പതുക്കെ അങ്ങോട്ട് പച്ചവെള്ളമാണോ? തിളച്ച വെള്ളം വേണ്ടേ? അളിയാ 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 എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇപ്പൊ? ഇപ്പൊ എങ്ങനുണ്ട് അളിയാ? എങ്ങനുണ്ട് ഇപ്പൊ? കനക വല്ല കുഴപ്പമുണ്ടാ? അഴകേശ, നീ എന്താ അവിടെ നിന്നത്? ഇങ്ങോട്ട് പാടാ. അതല്ല, ഈ ഷോക്ക് അടിച്ച ആളെ തൊട്ടാൾക്ക് ഷോക്ക് അടിക്കുന്ന കേട്ടില്ലേ, അതുകൊണ്ട് മാറി. അമ്മാവ അത് അവിടെ നിൽക്കുമ്പോ അവിടുന്ന് പഠിച്ച് താഴെ ഇട്ടില്ലേ? താഴെ വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ നഞ്ചത്ത് കയറി ഇടിച്ചു കണ്ടില്ലേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞടാ കഴുത ഇതിന്റെ മുകളിൽ കയറിയിട്ട് കളിക്കാൻ? ഇത് കറണ്ടാണ്, അടിച്ച ചത്തട് പോവാണ്. എന്താ നിന്റെ തലയിൽ കളിമണ്ണ? ഇനി ആ ബോധമില്ലാത്ത മനുഷ്യനെ ചീത്ത വിളിച്ചോടാ. നീ കാരണം ഇപ്പൊ ഇങ്ങനെ വീണു, അതറിയാം നിനക്ക്? ഞാൻ കാരണം നിന്റെ ഏട്ടന് ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ ടിവിയുടെ ഒച്ച കൂടിയിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ കുഴപ്പം? ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഓഫ് ചെയ്താ കുഴപ്പം? ഓഫ് ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സിലായി. നീ വന്ന് ഫ്യൂസ് ഇനി ഒന്ന് കാണണം. അതെ, എന്റെ ഏട്ടൻ ഇപ്പൊ വന്നോണ്ടാണ് ക്ലീറ്റോ ചേട്ടൻ എണീറ്റത്. അത് നാത്തു മറക്കരുത്. പിന്നെ നിന്റെ ഏട്ടൻ വന്നോണ്ട് എന്റെ ഒച്ച കേട്ടിട്ട് എന്റെ ക്ലീറ്റോ. ശാന്തരാകൂ കുഞ്ഞാടുകളെ, ശാന്തരാകൂ. അഴകേശനമാവരിപ്പോ വന്നു. ഞാൻ വന്നിട്ട് കുറച്ചേരേടാ ഈ തമ്മാടത്തിനെ കണ്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ കറണ്ടില്ല, എന്റെ കളി ചത്തുപോയോടെ കഴുതേ. അമ്മാവ, കർത്താവ് ഓരോന്ന് വിധിക്കുന്നു, നമ്മളത് അനുസരിക്കുന്നു. ചില വീഴ്ചകളിൽ നിന്നാണ് അമ്മാവ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുന്നത്. അമ്മാവ, എനിക്ക് ജീവിക്കണം അമ്മാവ, എനിക്ക് ജീവിക്കണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, നീ ജീവനോടെ ഇരിക്കില്ലേ? അതല്ല അമ്മാവ, എനിക്ക്
അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ എന്റെ കുടുംബം പോറ്റി ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ക്ലീറ്റോ എന്തൊക്കെ പറയണ ജോലിയോ? എന്താ അവന് ജോലി ചെയ്താ കുഴപ്പം? ഇല്ലടാ ക്ലീറ്റോ ബോധത്തോടുകൂടി ജോലി എന്നൊന്നും പറയില്ല. എന്റെ ക്ലീറ്റോന് എന്തോ പറ്റി? അതെന്താ അവന് ജോലി ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, ഇയാളാണ് കേടുവരുന്നത്. സ്വഭാവത്തോടുകൂടി എന്റെ ക്ലീറ്റോ ജോലി വേണമെന്ന് പറയില്ല. ഇപ്പോഴാണ് ക്ലീറ്റോയ്ക്ക് ബോധം വന്നത് അല്ലേ? ക്ലീറ്റോ അയ്യോ തങ്കം, നീ എന്റെ ഭാര്യ തങ്കമല്ലേ? കണ്ടാ ദേ ഇതെന്റെ അളിയൻ കനകൻ, അളിയേ? ദേ അളിയന്റെ ഭാര്യ ജമന്തി, ഇതെന്റെ അഴകേശൻ അമ്മാവൻ. എന്നെ കറണ്ട് അടിച്ചു, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ രക്ഷിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല തങ്കം. സമാധാനം. അപ്പൊ ഞാൻ ആരാടാ? അയ്യോ അമ്മ ക്ഷമിക്കണം, സ്നേഹനിധിയായ അമ്മയെ ഞാൻ കണ്ടില്ല. അതെ അമ്മാവ, എനിക്കൊരു ജോലി ശരിയാക്കി തരണം. എനിക്ക് ജീവിക്കണം അമ്മാവ, എനിക്ക് ജീവിക്കണം. നീ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണേ? അതെ. അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിച്ച ഒരു സെക്യൂരിറ്റിയുടെ പണി മേടിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞത്. മതി അമ്മാവ, സെക്യൂരിറ്റി മതി അമ്മാവ. ആ പണി നിനക്ക് നല്ലോണം ചേരും. അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ, മാസം മാസം ശമ്പളം അങ്ങനെ വായിച്ചാ മതി അമ്മ. നിനക്ക് ആ പണി മതി. നീ ആ പണിക്ക് പോലോ? ഉവ്വ. എന്നാ ഞാൻ ഏറ്റു. Alien versus Alien.